50 വർഷങ്ങൾക്കിപ്പുറം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ എത്തിക്കാൻ ഒരുങ്ങുന്ന നാസ പദ്ധതിയായ ആർട്ടിമിസിന്റെ മൂന്നാം ദൗത്യം പ്രതീക്ഷിച്ചതുപോലെ 2025 ഡിസംബറിൽ നടക്കില്ലെന്ന് റിപ്പോർട്ട്. ഇത് 2027 നടക്കാനാണ് സാധ്യത. US ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റി ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. പല വെല്ലുവിളികളാണ് ദൗത്യം മാറ്റിവെക്കലിന് കാരണമായി ഓഫീസ് ചൂണ്ടിക്കാട്ടുന്നത്. വിക്ഷേപണത്തിലെ മനുഷ്യവാഹക വാഹനം, സ്പേസ് സ്യൂട്ട് എന്നിവയുടെ വികസനത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആർട്ടിമിസിന്റെ ആളില്ലാ ദൗത്യമായ ആർട്ടിമിസ് 1 കഴിഞ്ഞ വർഷം ഡിസംബറിൽ വിജയകരമായിരുന്നു. ഇന്ന് വരെ ലോകത്തിൽ നിർമ്മിച്ച ഏറ്റവും കരുത്തുറ്റ റോക്കറ്റുകളിൽ ഒന്നായ സ്പേസ് ലോഞ്ച് സിസ്റ്റം അഥവാ SLS മെഗാ റോക്കറ്റാണ് പദ്ധതിയെ വഹിക്കുന്നത്. ആളുകളുമായി യാത്ര തിരിക്കുന്ന ആർട്ടിമിസ് 2 തീയതിയിലും സംശയമുണ്ട്. അടുത്ത വർഷം ഇത് നടക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ചന്ദ്രനെ വലം ചുറ്റി എത്തും എങ്കിലും ദൗത്യം ചന്ദ്രനിൽ ഇറങ്ങില്ല. 2 പേരാണ് ആർട്ടിമിസ് 3 ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലം സ്പർശിക്കുന്നത്. നാസയുടെ ബഹിരാകാശ പദ്ധതിയിൽ നിർണായക വഴിത്തിരിവാകുന്ന പദ്ധതിയാണ് ആർട്ടിമിസ്. ഇത്രയും പ്രാധാന്യമുള്ള ദൗത്യമായതിനാൽ വളരെ ബൃഹത്തായ മികവുറ്റ രീതിയിലാണ് SLS റോക്കറ്റ് തയ്യാർ ചെയ്തത്. $600 കോടി ഇതിന് ചെലവ് വന്നു. ഓരോ വിക്ഷേപണത്തിനും $50 കോടി ചെലവ് വേണ്ടിവരുമെന്നും കണക്കാക്കപ്പെടുന്നു. 322 അടി നീളമുള്ള പടുകൂറ്റൻ റോക്കറ്റാണ് SLS. ദ്രാവക ഇന്ധനം ഉപയോഗിക്കുന്ന 4 RS-25 എഞ്ചിനുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഓറഞ്ച് നിറത്തിലുള്ള ഒരു താപ കവച സംവിധാനം ഈ റോക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ആർട്ടിമിസിന്റെ ആദ്യ 3 ദൗത്യങ്ങൾക്കായി ബ്ലോക്ക് 1 എന്ന റോക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ബ്ലോക്ക് 1B എന്ന കൂടുതൽ കരുത്തുറ്റ റോക്കറ്റ് തുടർ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കും. റോക്കറ്റിൽ പ്രത്യേക ഭാഗമായാണ് യാത്രികർക്കുള്ള പേടകമായ ഓറിയൻ ഘടിപ്പിക്കുന്നത്. 21 ദിവസം വരെ ബഹിരാകാശത്ത് 4 യാത്രികരുമായി യാത്ര ചെയ്യാൻ ഓറിയണിന് കഴിയും. ദൗത്യ നിർവഹണത്തിന് ശേഷം പസഫിക് സമുദ്രത്തിൽ ഇത് വീഴുകയും ചെയ്യും. അപ്പോളോ ദൗത്യത്തിൽ അമേരിക്കയുടെ സാങ്കേതിക കരുത്തിന്റെ പ്രദർശനമായിരുന്നുവെങ്കിൽ ആർട്ടിമിസ് ഇതിനപ്പുറം സൗരയൂഥത്തെ പ്രായോഗികമായും ഗവേഷണപരമായും ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളുടെ നാന്ദി കുറിക്കലാണ്. ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കാനും ചൊവ്വ ഉൾപ്പെടെ മറ്റിടങ്ങളിലേക്ക് ദൗത്യങ്ങൾക്ക് ഇടത്താവളമാകാനും അങ്ങനെ ഭൂമിക്ക് വെളിയിലേക്ക് മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അച്ചുതണ്ടാകാനുമാണ് ദൗത്യം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമായ ചന്ദ്രയാൻ 2 ലക്ഷ്യം വെച്ച ജലസാന്നിധ്യം ഉൾപ്പെടെ പല അനുകൂല ഘടകങ്ങളുമുള്ള ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ആർട്ടിമിസ് മനുഷ്യനെ ഇറക്കുക. ഇപ്പോഴത്തെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ രീതിയിൽ ഗേറ്റ്വേ എന്ന ചന്ദ്രനിലയം ആർട്ടിമിസ് ദൗത്യങ്ങളുടെ ഭാഗമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പുതിയ നീക്കത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തുടർന്നുള്ള ദൗത്യങ്ങളിൽ റോക്കറ്റിനൊപ്പം വരുന്ന ഓറിയോൺ പേടകം, അതായത് ദൗത്യത്തിൽ യാത്രികരെ വഹിക്കുന്ന ഭാഗം, വേർപെട്ട് ഗേറ്റ്വേയിൽ എത്തിച്ചേരും. തുടർന്ന് ഇവിടെ നിന്ന് പ്രത്യേക ലൂണാർ മൊഡ്യൂൾ പേടകങ്ങളിൽ ചന്ദ്രോപരിതലത്തിലേക്ക് യാത്രികർക്ക് വേണ്ടപ്പോൾ ഇറങ്ങുകയും തിരിച്ചു കയറുകയും ചെയ്യാം. ചുരുക്കത്തിൽ ചന്ദ്രനിലേക്കുള്ള ഒരു കവാടമോ തുറമുഖമോ ആയി ആർട്ടിമിസിന്റെ ഗേറ്റ്വേ പ്രവർത്തിക്കും. മറ്റു ഗ്രഹങ്ങളിലേക്കുള്ള ദൗത്യങ്ങളിലും ഇതിന്റെ സേവനം നിർണായകമാകും. അതേസമയം ചന്ദ്രനെ ഇതുവരെ കരുതിയിരുന്നതിനേക്കാൾ പഴക്കമുണ്ടെന്നാണ് ഇപ്പോഴത്തെ നിരീക്ഷണം. അപ്പോളോ 17 ദൗത്യത്തിൽ ചന്ദ്രനിലെത്തിയ സഞ്ചാരികൾ ശേഖരിച്ച സാമ്പിളുകളുടെ വിശകലനത്തിലാണ് ചന്ദ്രനെ ഇതുവരെ കരുതിയിരുന്നതിനേക്കാൾ 40 ലക്ഷത്തിലേറെ വർഷങ്ങൾ കൂടുതൽ പഴക്കമുണ്ടെന്ന നിരീക്ഷണത്തിൽ എത്തിയിരിക്കുന്നത്. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപ് സൗരയൂഥ രൂപീകരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ചൊവ്വയോളം വലിപ്പമുള്ള ഒരു വസ്തു ഭൂമിയുമായി കൂട്ടിയിടിച്ചുണ്ടായതാണ് ചന്ദ്രൻ എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇത് സംഭവിച്ച സമയവുമായി ബന്ധപ്പെട്ട് സംവാദങ്ങൾ നടക്കുന്നുണ്ട്. ചിക്കാഗോ സർവകലാശാല നൽകുന്ന വിവരമനുസരിച്ച് ഏകദേശം 446 കോടിയോളം വർഷങ്ങളുടെ പഴക്കം ചന്ദ്രന് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ജിയോ കെമിക്കൽ പെർസ്പെക്റ്റീവ്സ് ലെറ്റേഴ്സ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനമനുസരിച്ച് ഇതുവരെ കരുതിയിരുന്നതിനേക്കാൾ 40 ലക്ഷത്തിലേറെ കാലം പഴക്കം ചന്ദ്രനുണ്ട്. 1972 അപ്പോളോ 17 ചന്ദ്രനിലെത്തിയ സഞ്ചാരികൾ ശേഖരിച്ച സാമ്പിളുകളാണ് ചന്ദ്രന്റെ രൂപീകരണ കാലവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായി ശാസ്ത്രജ്ഞർ വിശകലനം ചെയ്തത്. ശാസ്ത്രജ്ഞർ പരിശോധിച്ച ചന്ദ്രനിൽ നിന്നുള്ള സാമ്പിളുകളിൽ 100 കോടി വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ക്രിസ്റ്റലുകൾ അടങ്ങുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ചൊവ്വയുടെ വലിപ്പമുള്ള വസ്തു ഭൂമിയിൽ ഇടിച്ചതിനെ തുടർന്നുണ്ടായ ഊർജത്തിൽ ഉരുകിയ ശിലയാണ് പിന്നീട് ചന്ദ്രോപരിതലമായി മാറിയതെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണം. കൂട്ടിയിടിയുടെ ഫലമായി ഉണ്ടായ ഊർജത്തിൽ മാഗ്മയായി ഉരുകിയൊലിക്കുന്ന ഉപരിതലത്തിൽ ക്രിസ്റ്റലുകൾ രൂപപ്പെടില്ല. അപ്പോൾ ലൂണാർ മാഗ്മ തണുത്തുറഞ്ഞതിന് ശേഷമായിരിക്കണം അവ ചന്ദ്രോപരിതലത്തിൽ രൂപപ്പെട്ടത്. ഗവേഷണ
ഗവേഷണ പഠനത്തിന് നേതൃത്വം നൽകുന്ന ചിക്കാഗോ സർവകലാശാലയിലെ പ്രൊഫസർ ഫിലിപ്പ് ഹെക്ക് പറഞ്ഞതാണ് ഇവ.